ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ തേജസ് ഫാമിലി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മെൻ്റൽ ഹേർട്ടിങ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് മെൻ്റൽ ഹേർട്ട്. മനസ്സിനെ വേദനിപ്പിക്കുക. മനസ്സങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? അത് വളരെയധികം എന്താ നമ്മളെ കഷ്ടത്തിലാക്കുന്ന ഒരു സംഭവമാണ് ഈ മെൻ്റൽ ഹേർട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മനുഷ്യന്മാരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് നേരിട്ടവരായിരിക്കും, അല്ലെങ്കിൽ നിരന്തരം ഇത് നേരിട്ട് കൊണ്ടിരിക്കുന്നവരും ആയിരിക്കും. ഇത് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നല്ല നമുക്ക് കിട്ടുന്നത്. ആണും പെണ്ണും ഇത് അനുഭവിക്കുന്നുണ്ട് അല്ലേ? ആണിന് പെണ്ണിൽ നിന്നായാലോ പെണ്ണിന് ആണിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇരു കൂട്ടരും പരസ്പരം മെൻ്റൽ ഹേർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്, മാനസികമായി വിഷമിപ്പിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഹേർട്ട് ആവുക, ഹേർട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിലൊന്നാമത്തെ കാര്യം, ചില ആൾക്കാർ നമ്മളെ വാണ്ടഡ്ലി നമ്മളെ വേദനിപ്പിക്കും. അവരുടെ മോട്ടീവ് എന്താണ്? നമ്മളെ വേദനിപ്പിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ നമ്മളെ മെൻ്റൽ ഹേർട്ട് ചെയ്യും. നമ്മുടെ വീക്ക്നെസ് അവർക്കറിയും. സോ ആ വീക്ക്നെസ് പറഞ്ഞ് നമ്മളെ ഹേർട്ട് ചെയ്യും അല്ലേ? ഇനി രണ്ടാമത്തെ കൂട്ടർ ഇതൊന്നുമല്ല. അവർ ചിലപ്പോൾ എന്തായിരിക്കാം, മിസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആയിരിക്കും ഹേർട്ട് ചെയ്യാൻ. നമ്മളോട് മിസ് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഹേർട്ട് ചെയ്യപ്പെടും. അതാണ് സത്യം. അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചു, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയത് വേറൊന്നാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഹേർട്ട് ചെയ്യപ്പെടാം അല്ലേ? അതാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓവർ എക്സ്പെക്റ്റേഷനാണ്. ഓവർ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് നമ്മൾ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിപ്പം പറയുകയാണെങ്കിൽ അമ്മയും അച്ഛനും മക്കളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുക. അത് 2 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടി നല്ല മിടുക്കനാണ്, അടുത്ത കുട്ടിക്ക് ഇത്തിരി ഡൗൺ ആണ്. പക്ഷേ അവർ പറയും, മൂത്ത കുട്ടി നല്ല മിടുക്കനാണല്ലോ, എന്തുകൊണ്ട് നീ അങ്ങനെ ആയിക്കൂടാ എന്ന് പറയല്ലേ? അവിടെ കമ്പാരിസൺ വന്നു. പക്ഷേ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോസിബിൾ ആണോ? അല്ല. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, ഓരോ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം അവിടെ ആ കുട്ടി ഹേർട്ട് ചെയ്യപ്പെടുകയാണ്. ആ കുട്ടിയുടെ മനസ്സിന് ഒരുപാട് ഹേർട്ടിങ് ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ് പോയ ഒരു പെൺകുട്ടിയാണെങ്കിൽ അമ്മ വിചാരിക്കും തൻ്റെ മരുമകൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് അല്ലേ? ഇന്ന ഗുണങ്ങളോട് കൂടിയ ഒരു കുട്ടി ആയിരിക്കണം എൻ്റെ മരുമകൾ എന്ന് ആ അമ്മായിയമ്മ വിചാരിക്കും. പക്ഷെ അതുപോലെ ആവുമോ നമ്മൾ? അല്ല. ആ അമ്മായിയമ്മയുടെ മനസ്സിനൊപ്പം അല്ലെങ്കിൽ മനസ്സ് എങ്ങനെയാണോ ആ വിചാരിക്കുന്ന പോലെ നമ്മൾ ആവണമെന്നില്ല. അപ്പോൾ കുത്തുവാക്കുകളായി, പ്രശ്നങ്ങളായി അല്ലേ? അങ്ങനെ നമ്മൾ ഹേർട്ട് ചെയ്യപ്പെടും. ഇനി ഭർത്താവാണെങ്കിലോ ഭാര്യയെപ്പറ്റി ഒരുപാട് അങ്ങോട്ട് സങ്കല്പിച്ച് വെക്കും. അതുപോലെയുള്ള ഭാര്യ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളായി. ഇനി തിരിച്ച് വരാം, ഭാര്യ തൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം അല്ലേ, ഒരു സൂപ്പർ ഹീറോ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കും. പക്ഷെ ചിലപ്പോൾ അതിനൊപ്പം വരാൻ പറ്റാത്ത ഭർത്താവാണെങ്കിലോ എന്താവും? അവിടെ പ്രശ്നങ്ങളാവും, വഴക്കാവും, പിന്നെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലേ? അതാണ് ഈ ഓവർ എക്സ്പെക്റ്റേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. മെൻ്റൽ ഹേർട്ടിങ് നേരിട്ടു അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മൾക്ക് നേരിടാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തു നിൽക്കില്ല. നമ്മൾക്ക് എന്തുണ്ട്? ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾക്ക് നിറവേറ്റണം അല്ലേ? നമ്മളെ ഹേർട്ട് ചെയ്തവർ സുഖമായി ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ തളർന്നിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളും മുന്നോട്ട് പോകണം. നമ്മളിതെല്ലാം ഓവർകം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മളെ ആൾക്കാർ വന്ന് നമ്മളെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. അത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ വിടുക എന്നൊരു മെത്തേഡ് ഉണ്ട് അല്ലേ? അതങ്ങോട്ട് ഫോളോ ചെയ്യാം. എന്താണോ? അപ്പോൾ അവർ വിചാരിക്കും, അവർക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക എന്നതും കൂടി നമ്മൾ ചെയ്യുക. ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ് കാര്യം. അവരെന്തോ പറഞ്ഞോട്ടെ, എനിക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നമ്മൾ നിൽക്കണം. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന അവർ വിചാരിക്കും, ഓ ഇത് ഞാൻ പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് കേൾക്കുന്നില്ല അല്ലേ, അത്രയ്ക്ക് ഇവൾക്ക് അധികം
ഏൽക്കുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ അവർ പതുക്കെ മൂവ് ഓൺ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ വന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, നീ നിൻ്റെ ഡ്യൂട്ടീസ് ഒന്നും നീ കറക്റ്റായി ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ ഡ്യൂട്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇല്ല, ഞാൻ പ്രോപ്പറായി എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ, എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക. അപ്പം അത് നമ്മൾക്ക് നല്ല ക്രിറ്റിസിസം ആണല്ലേ. ഇവർ പറയുന്നത് നമ്മൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. ഇനി ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും നമ്മളെ വന്നിട്ട് മനസ്സിനെ വേദനിപ്പിക്കുകയാണെങ്കിലോ, അപ്പോൾ നമ്മൾ ഇവർ പറയുന്നത് യാതൊരു കാര്യവും നമ്മൾ എന്ത് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് എന്താ? നമ്മൾക്ക് തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾക്കൊരു പ്രൈവസി ഉണ്ട് അല്ലേ? ആ പ്രൈവസിയുടെ ഉള്ളിലേക്ക് ഒരാളെയും നമ്മൾ കടത്താതിരിക്കുക. മനസ്സിലായോ? അതിപ്പോൾ എത്ര വലിയ നമ്മൾക്ക് ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ സ്വകാര്യതയിലേക്ക് കടത്താതിരിക്കുക. നമ്മുടെ ഫ്രീഡമാണല്ലേ. ആ ഫ്രീഡം ഹാനികരിക്കുന്ന ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാം? കടത്താതിരിക്കുക. അതാണ് ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ കുറച്ചൊക്കെ ഈ മെൻ്റൽ ഹേർട്ടിങ് ഒഴിവാക്കപ്പെടും. കാര്യം നമ്മൾ അമിതമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അവർ അമിതമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. അപ്പോൾ നമ്മൾക്ക് ഒരു തുടക്ക സമയത്തൊക്കെ നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം അത് നമുക്ക് ടോക്സിക്കായി തോന്നും. സോ തുടക്കം തന്നെ എന്ത് ചെയ്യണം? അതിലൊക്കെ നമ്മൾ തന്നെ ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവിടെ ഒരു ലൈൻ ഇട്ട് വെക്കേണ്ടതാണ്. ഓക്കെ, അത് അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഈ ഹേർട്ട് ആവുന്നത് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ നമ്മളിപ്പം പറയാണ് ഞാൻ ഹേർട്ടായെങ്കിൽ അതോടെ നമ്മൾ നിർത്തണം. നമ്മളത് വേറൊരാളോട് പോയി പറയുക, പിന്നെ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമല്ലേ നമ്മുടെ കാര്യങ്ങൾ. അയ്യോ ഞാൻ ഹേർട്ടായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനെ പറയാതിരിക്കുക. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ വേദന വീണ്ടും മനസ്സിൽ കൂടെ വീണ്ടും വരികയാണ്. അതവിടെ ഒതുങ്ങിപ്പോകുന്നില്ല. നമ്മൾ വീണ്ടും അതിനെ ഉണർത്തി വിടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സ് വീണ്ടും എന്താവുകയാണ്? ഹേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നമ്മൾ പറയാതിരിക്കുക. നമ്മൾക്കുണ്ടായത് അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരാൾ വന്ന് നമ്മളെ ഹേർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവരോട് തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതെ നമ്മളൊന്ന് എന്ത് ചെയ്യാം? റെസ്പോണ്ട് ചെയ്യേണ്ടത്. റിയാക്ട് ചെയ്യാതെ നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഹേർട്ട് ചെയ്തു എന്ന് പറയുക. അപ്പോൾ അവർ വിചാരിക്കും, ഓ ശരിയാണല്ലോ, ഞാൻ പറഞ്ഞത് ഇയാൾക്ക് വേദനിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അവർ റീതിങ്ക് ചെയ്യും. അതിലുപരി നമ്മൾ അവരെ വീണ്ടും അവർ പറഞ്ഞ അതേ കാഠിന്യത്തോടെ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ വാക്കുകൾ അവിടെ എന്തായി? വാക്കുകൾ വളരെയധികം കാഠിന്യമേറിയതാവുകയും അത് ഇരു കൂട്ടരെയും മെൻ്റൽ ഹേർട്ടിങ്ങിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സോ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളെ ആര് വന്ന് ഹേർട്ട് ചെയ്താലും നമ്മൾ തിരിച്ച് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുക, അല്ലാതെ റിയാക്റ്റ് ചെയ്യാതിരിക്കുക. ഇനി എന്താണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുക. എൻ്റെ മനസ്സ് ഒരിക്കലും ഹേർട്ട് ചെയ്യില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഹേർട്ട് ചെയ്യപ്പെടില്ല, എൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് സ്വയം അങ്ങോട്ട് നമ്മൾ തീരുമാനമെടുക്കാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിതൊക്കെ ഫോളോ ചെയ്യണം. ഇനി ആരും മനസ്സ് വേദനിച്ച് ഹേർട്ടായിട്ട് ഇരിക്കാതിരിക്കുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും